ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു നല്ല ക്യാമറയായിരിക്കും. ആ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ, പൈസ സ്വരൂപിക്കൽ, കാത്തിരിപ്പ്, അങ്ങനെ ഒടുവിൽ ആദ്യത്തെ ക്യാമറ നമ്മുടെ കയ്യിലെത്തും. അതിൻ്റെ ആവേശത്തിൽ നമ്മൾ കുറേ പടങ്ങൾ പിടിച്ചു തുടങ്ങും. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു ക്യാമറ വേണം എന്നുള്ള ആഗ്രഹം വരും. അടുത്ത ക്യാമറ നമ്മൾ കിനാവ് കണ്ടു തുടങ്ങും. വീണ്ടും വീണ്ടും ക്യാമറകൾ നമ്മളെ ഇങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. പലതരം ക്യാമറകൾ ഉപയോഗിച്ചിട്ട് കുറച്ച് കാലമായിട്ട് നമ്മൾ വീഡിയോ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഫോട്ടോഗ്രാഫിക്ക് സ്പെഷ്യലായിട്ട് ഒരു നല്ല ക്യാമറ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേയധികം റിസർച്ചുകൾ നടത്തി, അന്വേഷണങ്ങൾ നടത്തി. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിച്ചേർന്നത് ഇതിലാണ്. ഇതാണ് ഫ്യൂജിഫിലിമിൻ്റെ XT5. ഇപ്പോൾ നമ്മൾ ഈ ക്യാമറ വാങ്ങിയിട്ട് അറൗണ്ട് ഒരു 4 മാസത്തോളമായി. നമ്മൾ വാങ്ങിയ ഉടനെ ഒരു അൺബോക്സിങ്ങും ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആലോചിച്ചു ഇത് കുറച്ചധികം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാമെന്ന്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ക്യാമറയായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്തു. നല്ല ചൂടിലും മഞ്ഞിലും മഴയിലും ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്തതിന് ശേഷമുള്ള നമ്മളെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈ ക്യാമറ നമ്മൾ വാങ്ങിയിരിക്കുന്നത് കണ്ണൂർ വീഡിയോ ലിങ്കിൽ നിന്നാണ്. ഇപ്പോൾ വീഡിയോ ലിങ്കിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്, നമുക്കിത് പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തന്നതിനും അവരുടെ സ്പെഷ്യൽ സർവീസിനും ഒക്കെ. ക്യാമറ കൈ കിട്ടിയപ്പോൾ എന്നെ ഇതിൽ ഏറ്റവും അട്രാക്ട് ചെയ്ത ഘടകം ഇതിൻ്റെ ഡിസൈനാണ്. പഴയ റെട്രോ ക്യാമറകളുടെ ലുക്കിലാണ് ഇതിൻ്റെ ഡിസൈൻ ഉള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയലുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാതെ തന്നെ നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ എല്ലാ സെറ്റിങ്സും ഉണ്ട്. നിങ്ങൾക്ക് ISOയും ഷട്ടർ സ്പീഡും അതുപോലെ തന്നെ അപ്പർച്ചറും ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഡയലുകൾ ഉപയോഗിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ക്യാമറയിൽ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ സെറ്റിങ്സുകൾ മാറ്റാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലുള്ള ബട്ടണുകളും ഡയലുകളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫോക്കസിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ മാനുവലി, കണ്ടിന്യൂസ്, സിംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ബട്ടൺ ഉണ്ട്. ഇത് മൂവ് ചെയ്തിട്ട് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ഷോട്ടുകൾ എടുക്കണമെങ്കിൽ കണ്ടിന്യൂസ് ഹൈ, കണ്ടിന്യൂസ് ലോ, അതുപോലെ തന്നെ സിംഗിൾ ഷോട്ടുകൾ എടുക്കണമെങ്കിൽ ISOൻ്റെ കൺട്രോളിൻ്റെ തൊട്ട് താഴെ വേറൊരു പ്രസ് ബട്ടൺ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ മൂവിയിൽ നിന്നും സ്റ്റില്ലിലേക്ക് മാറ്റാൻ പറ്റും. ഫിംഗർ ടിപ്പ് തന്നെ ഈ ഒരു ചേഞ്ച് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ജോയ്സ്റ്റിക് കൺട്രോളും അതുപോലെ തന്നെ ബാക്കിയുള്ള ബട്ടണുകളും ഒക്കെ ഒരുപാട് ബട്ടണുകൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടണുകളൊക്കെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് എന്താണോ വേണ്ടത് ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിന് 2 SD കാർഡുകൾക്കുള്ള സ്ലോട്ടുകളാണുള്ളത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ബാക്കപ്പ് ഓപ്ഷനായിട്ടോ അല്ലെങ്കിൽ സീക്വൻഷ്യലായിട്ടോ ഇതിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാമറയായിട്ട് കുറേയധികം ട്രാവൽ ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിൽ എനിക്കിതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ വെയിറ്റ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ക്യാമറയാണിത്. 557 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ട് നടക്കാനൊക്കെ വളരെ എളുപ്പമാണ്. 40.2 മെഗാ പിക്സലാണ് ഈ ക്യാമറയുടെ റെസൊല്യൂഷൻ. നമ്മളെ നോർമൽ ഷോട്ടുകൾക്കൊക്കെ ആക്ച്വലി ഒരു 20 മെഗാ പിക്സലോ അല്ലെങ്കിൽ 25 മെഗാ പിക്സലോ ഒക്കെ ഉള്ള റേഞ്ച് തന്നെ ധാരാളമായിരിക്കും. ഈ 40 മെഗാ പിക്സലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ നോർമലി ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ക്രോപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഡീറ്റെയിലുകളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ക്വാളിറ്റി മിസ്സാവുന്നില്ല. അതുപോലെ തന്നെ വലിയ പ്രിൻറ്റുകൾക്കോ അല്ലെങ്കിൽ ലൈഫ് സൈസിലുള്ള പ്രിൻറ്റുകൾക്കോ ബിൽ ബോർഡുകൾക്കൊക്കെ വേണ്ടി ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ 40 മെഗാ പിക്സൽ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ 3-വേ ടിൽറ്റ് സ്ക്രീൻ നിങ്ങളെ ഏത് ആംഗിളിൽ ഫോട്ടോ എടുക്കാനും സഹായിക്കും. നിങ്ങളിപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊക്കാൻ പറ്റും. ഇനി ഇതിനെ തിരിച്ച് പോർട്രേറ്റ് മോഡിലാക്കുമ്പം ഇവിടുന്ന് ഇങ്ങനെ മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏത് ആംഗിളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ ഇതൊരു വ്ളോഗേഴ്സിനൊന്നും ഒതുങ്ങുന്ന രീതിയിൽ ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് ആയിട്ട് നമുക്കിങ്ങനെ തിരിച്ചു വെച്ചിട്ട് വ്ളോഗിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലല്ല ഇതിൻ്റെ സ്ക്രീൻ ഉള്ളത്. പക്ഷേ നിങ്ങൾ ക്യാമറയുടെ പുറകിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ സ്ക്രീൻ തന്നെ ധാരാളമായിരിക്കും.
ഈ ക്യാമറയുടെ കണ്ടിന്യൂസ് ഓട്ടോ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നത്തെ XT4, XT3 ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇപ്പോൾ ഓട്ടോ ഫോക്കസിൻ്റെ കാര്യം പറയുമ്പം ഇതിൽ ഓരോ സ്പെസിഫിക് പർപ്പസിനും അതിൻ്റെ മോഡുകളുണ്ട്. അതായത് നിങ്ങൾ ബേർഡ് ഫോട്ടോഗ്രാഫി ആണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ബേർഡിനായിട്ടുള്ള ഒരു മോഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ബേർഡിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്, അതുപോലെ ട്രെയിൻ, ഫ്ലൈറ്റ്, ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള മോഡുകൾ ഇതിലുണ്ട്. ഇനി പോർട്രേറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫേസ് ഡിറ്റക്ട് ചെയ്യാനും ഐ ഡിറ്റക്ട് ചെയ്യാനും ഈവൻ അത് മൂവ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ തന്നെ കണ്ടിന്യൂസ് ഷൂട്ടിലും അതിൻ്റെ ഓട്ടോ ഫോക്കസ് വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാനും ഈ ക്യാമറയ്ക്ക് പറ്റുന്നുണ്ട്. XT5നെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ 5 ആക്സിസ് ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ആണ്. 7 സ്റ്റോപ്സ് വരെ നമുക്ക് വളരെ സ്റ്റേബിളായിട്ട് വീഡിയോകളും ഫോട്ടോകളും ഹാൻഡ് ഹെൽഡ് ആയിട്ട് പകർത്താൻ നമുക്ക് ഈ ക്യാമറ കൊണ്ട് സാധിക്കും. ഈ ക്യാമറയുടെ ബാറ്ററി കപ്പാസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ മോഡലുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആണുള്ളത്. ഫുൾ ചാർജിൽ നമുക്ക് 580 ഷോട്ടുകൾ വരെ പകർത്താൻ പറ്റും. ഇപ്പം റീസെൻ്റ്ലി ഞാൻ ഈ ക്യാമറയായിട്ട് സിക്കിമിലൊക്കെ ട്രാവൽ ചെയ്ത സമയത്ത് ഒരു ഫുൾ ഡേ ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് ബാറ്ററി മാറ്റേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഇനി ഇതിലെ ഇമേജ് ഫോർമാറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ റോ ഫോർമാറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫോട്ടോകളെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഹൈ ഡൈനാമിക് റേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷാഡോസിലെയും ഹൈലൈറ്റിലെയും ഡീറ്റെയിൽസുകളൊക്കെ നന്നായിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. മറ്റൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ് എന്ന് പറയുന്നത് ഇതിൽ പുതുതായിട്ടുള്ള ഹെയ് ഫോർമാറ്റ് ഇമേജുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹെയ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ജെപെഗിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സൈസ് കുറവും, ജെപെഗ് 8 ബിറ്റ് ആണെങ്കിൽ ഹെയ്ഫ് 10 ബിറ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽ ഉള്ള ഫോട്ടോകൾ പകർത്താനും കൂടി പറ്റും. അപ്പം ഇതിലാകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഹെയ്ഫ് സപ്പോർട്ട് ചെയ്യുന്ന ഇമേജ് വ്യൂവറുകളൊക്കെ ഇപ്പോൾ കുറവാണ്. പക്ഷേ നിയർ ഫ്യൂച്ചറിൽ അതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ഹെയ്ഫ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഫോട്ടോഗ്രാഫി ഫസ്റ്റ് ക്യാമറ ആണെങ്കിലും ഇതിൻ്റെ വീഡിയോഗ്രാഫി ഫീച്ചേഴ്സ് എന്ന് പറയുന്നതും അമേസിംഗ് ആണ്. നിങ്ങൾക്ക് നല്ലൊരു ഹൈബ്രിഡ് ക്യാമറയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഈ XT5. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4K വീഡിയോ 60 FPS ഫുൾ ഗേറ്റ് വേയിൽ, അതായത് ഫുൾ സെൻസർ സൈസിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 6.2K വീഡിയോ 30 FPS 1.23 ക്രോപ്പ് ഫാക്ടറിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഏതാണ് മികച്ച ക്യാമറകൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഫാൻ ഫൈറ്റുകൾ പുറമെ നടക്കുന്നുണ്ട്. ഒരുപാട് ക്യാമറ ബ്രാൻഡുകൾക്കിടയിൽ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയുടെ പ്രൈസിന് Fujifilmന്റെ APS-C സെൻസർ ക്യാമറ വാങ്ങുക. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്ന്. ബാക്കി ഫീച്ചേഴ്സുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഫൈനലി നമ്മുടെ ചിത്രത്തിൻ്റെ ഒരു ക്വാളിറ്റി, അതായത് ഇമേജ് ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കളർ സയൻസ്, ഈ കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചിത്രത്തിലേക്ക് വരുമ്പോൾ നോക്കുന്നത്. ആ ഒരു കാര്യം മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഫ്യൂജി ഒത്തിരി മുന്നിലാണ്. Fujifilmനെ പലപ്പോഴും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പ്രിയപ്പെട്ട ക്യാമറയാക്കി മാറ്റുന്നത് ഒന്ന് അതിൻ്റെ കളറും, രണ്ടാമത്തത് അതിലുള്ള ഫിലിം ലുക്കുകളാണ്. പഴയ ഫ്യൂജിയുടെ ഫിലിമിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോകളുടെ ലുക്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഡിജിറ്റൽ ക്യാമറയിലും ഫോട്ടോ എടുക്കാൻ പറ്റും. 19ഓളം ഫിലിം ലുക്കുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും ഈ ലുക്കുകൾ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. ഇതൊരു ജസ്റ്റ് ഫിൽട്ടർ അല്ല, അതിനും കുറച്ചുകൂടി മുകളിലുള്ള ഒരു എഫക്റ്റാണ്. ഈ ഫിലിം സ്റ്റിമുലേഷൻ മോഡുകളിൽ നിങ്ങൾ ഇട്ടിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വിത്തൗട്ട് പോസ്റ്റ് പ്രോസസ്സിങ് തന്നെ അയച്ചു കൊടുക്കാനുള്ള ഒരു ക്വാളിറ്റി ചിത്രത്തിനുണ്ടാവും. വീഡിയോ ഒക്കെ തന്നെ കളർ ഗ്രേഡ് ചെയ്യാതെ തന്നെ ഈ ഫിലിം സ്റ്റിമുലേഷൻ മോഡുകളിലിട്ട് നിങ്ങൾക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ഫ്യൂജിൻ്റെ കണക്ടിവിറ്റീനെ കുറിച്ച് പറയുന്ന സമയത്ത് പൊതുവെയുള്ള ഒരു പരാതി അതിൻ്റെ ആപ്പിനെ കുറിച്ചായിരുന്നു. മുന്നേ ഉള്ള ആപ്പിൻ്റെ അത്ര യൂസർ ഫ്രണ്ട്ലി ആയിരുന്നില്ല. എന്നാൽ വളരെ റീസെൻ്റ്ലി ഫ്യൂജി X ആപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആപ്പ് റിലീസാക്കിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ വൈഫൈയിൽ അല്ലെങ്കിൽ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് റിമോട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നിങ്ങൾക്ക് ഫോണിലേക്ക് തന്നെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാനും ഈ പരിപാടികളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് പറ്റും. ഇനി എല്ലാം കൊണ്ടും ഒരു മികച്ച ക്യാമറ എന്നൊന്നും ഇതിന് നമ്മൾ വിശേഷിപ്പിക്കുന്നില്ല. ഇതിന് ചില കോൺസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലുള്ള ചില പ്രശ്നങ്ങളാണ്. അതായത് കുറച്ച് യൂസ് ചെയ്യുമ്പം തന്നെ ഇതിൻ്റെ പെയിൻറ്റിനൊക്കെ ചില പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു തട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ പെയിൻ്റൊക്കെ ഇളകിപ്പോകുന്ന ചില സിറ്റുവേഷൻ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ തോതിൽ ഇത് ഹീറ്റായി തുടങ്ങുന്നുണ്ട്. ഇനി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൗണ്ടർ പാർട്ടുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് അത്ര അഡ്വാൻസ് അല്ല, എസ്പെഷ്യലി ഇതിൻ്റെ ഓട്ടോ ഫോക്കസിങ് കാര്യങ്ങളൊക്കെ. അപ്ഡേറ്റുകൾ ഓരോന്നും പുതുതായിട്ട് വരുന്നതിനനുസരിച്ച് ഇതിലുള്ള ഫീച്ചേഴ്സുകൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, ഓട്ടോ ഫോക്കസിങ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഇനി വരുന്ന അപ്ഡേറ്റുകൾ അതൊക്കെ ഫ്യൂജി പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഓവറോൾ ഈ ക്യാമറ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂസ് ചെയ്തെടുത്തോളം ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റിയിലും അതിൻ്റെ ഔട്ട്പുട്ടിലും ഒക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്.